ഇത് സാമുൽ സാറിന്റെ വീടല്ലേ? അതെ. അദ്ദേഹം ഉണ്ടോ? ഇല്ല, ഒന്നില്ല. സമയമാകുന്നതല്ലേ ഉള്ളൂ. എടി ഭയങ്കരി, നീ ആള് നല്ല സ്മാർട്ടാണല്ലോ. എന്ന് തോന്നിയല്ലേ? പക്ഷെ വെറും തള്ള. ഞാൻ സ്മാർട്ട് അല്ല. കൊച്ചു ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാവും? 5ാം ക്ലാസ്സിൽ. എത്ര കൃത്യമായിട്ടാ തെറ്റിച്ചു പറഞ്ഞത്. ഞാൻ 3ാം ക്ലാസ്. ഒരു വഴിപോക്കനാ. തോന്നക്കൽ പഞ്ചായത്തിലെ അരിയെല്ലാം പെറുക്കിയെടുക്കാൻ വന്നതാ. സാറിനെ കാണാൻ വന്നതാ. സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട് 7ാം ക്ലാസ്സിൽ. ഓ, ഇത് സിസ്റ്ററാണ്. സാറിനെ പഠിപ്പിച്ചിട്ടില്ല. സാറിനെ കുറിച്ച് ചേട്ടൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേ കുടിക്കാനെന്താ? ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. എങ്കിൽ കാപ്പി ആക്കാം. മോള് പോയി കാപ്പി കൊണ്ടുപോവാ. നാളെ ഞാൻ ജോലിയിൽ പ്രവേശിക്കും. കോട്ടയം സബ് കളക്ടറായി നാളെ ചാർജ് എടുക്കും. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. അതിനു മുമ്പ് സാറിനെ കണ്ടാൽ ഞാൻ വായിക്കാൻ പാടില്ല. എല്ലാവിധ മംഗളങ്ങളും. ചേട്ടന്റെ റോൾ മോഡലാണ് സാറ്. സാർ ചെയ്തൊരു കാര്യം എന്നെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. സാറിനെ കൃത്യമായി എന്നെ മനസ്സിലാക്കാൻ തോന്നുന്നു. ടു ബി ഫ്രാങ്ക്, എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. ആ ഇൻസിഡന്റ് പറഞ്ഞാൽ ഒരുപക്ഷെ ഓർമ്മ വരും. ഇൻസിഡന്റ്? കുറെ കൊല്ലം മുമ്പാണ് ഒരു വാച്ച് മോഷണം പോയതും സാറത് കണ്ടെടുത്തത്. ഓ ഓ ഓ, യെസ് യെസ് യെസ്, ഐ റിമെമ്പർ ഇറ്റ് നൗ. ഒരിക്കൽ ക്ലാസ്സിലെത്തിയപ്പോൾ വല്ലാത്ത ബഹളം. ഒരാൾ മാവിട്ട് കരയുന്നു, കുറെ പേർ തർക്കിക്കുന്നു. കാരണം എന്താ? ഒരാളുടെ പുതിയ വാച്ച് മോഷണം പോയി. സാർ വളരെ വിദഗ്ധമായി അത് കണ്ടെടുത്തു. ഒരു കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന്. അതെ, ഞാൻ എല്ലാവരുടെയും പോക്കറ്റ് പരിശോധിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് എല്ലാവരുടെയും കണ്ടു. വാച്ചെടുത്തവൻ കള്ളനായി മുദ്ര കുത്തപ്പെടേണ്ടത്. അങ്ങനെ ഒരു കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടി. ആരിൽ നിന്നാണ് അത് കിട്ടിയതെന്ന് അറിയോ? ഇല്ല, അറിയില്ല. അന്നേരം ഞാനും എന്റെ കണ്ണ് കെട്ടിയിട്ടാണ് പരിശോധിച്ചത്. എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് ഒരു മുൻവിധി കൊണ്ടാകരുതല്ലോ. കളവ് പോയത് കിട്ടിയാൽ പോലും കള്ളൻ ആരാണെന്ന് അറിയണ്ട. എനിക്കറിയാം ആ വാച്ച് കള്ളനെ. അത് ഞാനായിരുന്നു. സാർ എന്നെ ഒരു കള്ളനായി മുദ്ര കുത്തിയില്ല. വേറെ ആരായാലും അങ്ങനെ ചെയ്യുമായിരുന്നു. സാർ എന്നോട് കാണിച്ച കാരുണ്യം എന്നെ പുതിയ മനുഷ്യനാക്കി. ഒരിക്കലും മോശമായതൊന്നും ചെയ്തെന്ന് ഞാൻ ഉറപ്പിച്ചു. താങ്ക് യു സാർ. ഇങ്ങനെയുള്ള അധ്യാപകരാണ് ഞങ്ങളുടെ കുഞ്ഞു.